അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് വേറെ ഒരു റിവ്യൂവിലും ആരും പറഞ്ഞു തരാത്ത ഫിയസ്റ്റയുടെ സീക്രട്ട് മെനു. ഇത് ഫിഗോ കാസിനും ആപ്ലിക്കബിൾ ആണ്. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർഡിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചസിലൊന്നാണ്. അതായത് ഇപ്പോൾ വർഷം 2005 ആണെന്ന് ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ പർട്ടിക്കുലർ വണ്ടിയെക്കുറിച്ച് പറയും മുമ്പ് നമുക്ക് ഫോണിൻ്റെ കുറച്ചൊരു ബാക്ക് സ്റ്റോറി അറിയേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ വേറെ ലൊക്കേഷനിൽ വെച്ചിപ്പോൾ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഫോർഡ് എൻ്റർ ചെയ്യുന്നത് ആ ഒരു ലേറ്റ് 90s, അതായത് 96 എങ്ങാണ്ടാണ്. ഫോർഡിൻ്റെ എസ്കോട്ട് എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടാണ് അവർ വരുന്നത്. അന്ന് എല്ലാവർക്കും അത് ഡ്രൈവ് ചെയ്ത് എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റും മറ്റും വെച്ചിട്ട് അതൊരു അപ്പർ സെഗ്മെൻറ്റിലാണ് ആ വണ്ടി വന്നത്. അതുപോലെ സർവീസ് സെൻറ്റേഴ്സൊക്കെ വളരെ കുറവായിരുന്നു. ദെൻ ശരിക്കും ഫോർഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് ഇഷ്ടമായി തുടങ്ങിയത് 99 ഫോർഡ് ഐക്കൺ ഇന്ത്യയിൽ ലോഞ്ച് ആയപ്പോഴാണ്. അന്ന് ഒരുപാട് പേര് ഈ ഐക്കൺ എടുത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എയർ കണ്ടീഷനിങ് വളരെ നല്ലതായിരുന്നു. ഡ്രൈവിംഗ് ഡൈനാമിക്സ് നല്ലതായിരുന്നു. ജോഷ് മെഷീൻ എന്നുള്ള പേരിലാണ് ആ ഒരു ടാഗ് ലൈനിലാണ് ആ വണ്ടി ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു സക്സസ് അതിനുശേഷം ലോഞ്ച് ചെയ്ത മോഡൽസിൽ ഫോർഡിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടോ പല കാര്യം കൊണ്ടും പറ്റിയില്ല. മെയിനായിട്ട് 2001 തോന്നുന്നു ഫോർഡിൻ്റെ മോണ്ടിയോ എന്ന് പറയുന്ന ഒരു സെഡാൻ അവർ ലോഞ്ച് ചെയ്തു. അത് UK-യിലും യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഭയങ്കര ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇന്ത്യയിൽ എന്തോ അത് വർക്കൗട്ട് ആയില്ല. 2003 ഫോർഡിൻ്റെ എൻഡേവർ എന്ന് പറയുന്ന ഒരു വലിയ SUV അവർ ലോഞ്ച് ചെയ്തു. ഇന്നും എൻഡേവർ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ജനറേഷൻ വണ്ടി വന്നിട്ട് ലീവ് സ്പ്രിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കംഫർട്ടല്ല, അതിൻ്റെ ഒരു സൈസ് വെച്ചിട്ടാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത്. പക്ഷേ നമ്മുടെ സിറ്റിയിലും മറ്റും ചെറിയ റോഡിലൊക്കെ ഓടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വിചാരിച്ചു അതും അങ്ങനെ വലിയൊരു ഹിറ്റായി മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു പ്രോപ്പർ ഒരു സക്സസ് പ്രോഡക്റ്റ് ഫോർഡിന് വളരെ അത്യാവശ്യമായിരുന്നു. കാര്യം ദെൻ ഒരു 2004 ഫോർഡ് ഫ്യൂഷൻ എന്നൊരു വണ്ടി വന്നു. ഇന്ന് ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ മേ ബി രക്ഷപ്പെടാവുന്ന ഒരു മോഡലാണത്. കാര്യം ആഡ്വക്കേറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ്, ഓടിക്കാൻ രസമായിരുന്നു. പക്ഷേ അന്ന് അതിൻ്റെ ഒരു പ്രൈസിങ്ങും ഒരു ഹാഷ് ബാക്ക് പോലെ ആളുകൾ അന്ന് ആ 2004 ഈ ഒരു ഹാഷ് ബാക്കിന് ഇത്രയും കോസ്റ്റ് അല്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതും അങ്ങോട്ട് വലുതായിട്ട് ക്ലച്ച് പിടിച്ചില്ല. കാര്യം കോമ്പാക്ട് SUV എന്ന് പറയുന്ന സാധനം നമ്മൾ 2004 കണ്ടിട്ടില്ല. ഇതേ സമയത്ത് ഹ്യുണ്ടായുടെ ആക്സെൻ്റ്, അതായത് CRDI എഞ്ചിൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ കൊണ്ടുവന്നത് ഹ്യുണ്ടായി ആണ്. അപ്പോൾ ആക്സെൻ്റ് തകൃതിയായിട്ട് വിറ്റ് പോകുന്നുണ്ട്. പെട്രോൾ സെഡാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോണ്ട സിറ്റി, അന്ന് IDSI, അതായത് നമ്മുടെ ഡോൾഫിൻ സിറ്റി എന്ന് പറയുന്ന ഹോണ്ട സിറ്റി ഉണ്ട്, ബലേനോ ഉണ്ട് മാരുതിയുടെ. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഫോർഡ് കൈൻഡ് ഓഫ് ഒരു പ്രശ്നത്തിലിരുന്നൊരു ഫേസാണത്. ഇന്നും മറ്റു പല കാരണങ്ങളും കൊണ്ട് ഫോർഡ് ഒരു ചെറിയൊരു പ്രശ്നമാണെന്ന് പറയാം. ബട്ട് സ്റ്റിൽ അന്ന് അവർക്കൊരു വിന്നർ ഒരു പ്രോഡക്റ്റ് വേണമായിരുന്നു, ഒരു ട്രംപ് കാർഡ് വേണമായിരുന്നു. അപ്പോൾ ഫോർഡ് ഐക്കണിന് മേലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫൈനലി 2005 അവർക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഫോർഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഫോർഡ് അതുവരെ ഇന്ത്യയിൽ എന്തായിരുന്നോ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ രണ്ടാമത്തെ വണ്ടി, ഈ ഒരു 2005 ഈ ഒരു സെഡാൻ ലോഞ്ച് ചെയ്തത്. ആ വണ്ടിയാണ് ഫോർഡിൻ്റെ ഫിയസ്റ്റ. അപ്പോൾ ഫോർഡ് ഫിയസ്റ്റയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? കാര്യം നമ്മുടെ ചുറ്റും നമ്മൾ ഇപ്പോഴും ഫോർഡ് എക്കോസ്പോർട്ട് പോലെ തന്നെ കാണുന്ന ഒരു വണ്ടിയാണ് ഫോർഡ് ഫിയസ്റ്റ. പക്ഷേ ഈ ഫിയസ്റ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം ഇന്ത്യയിലാകെ 500 എണ്ണമേ ഈ ഒരു വേരിയന്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ 500 വണ്ടികൾ മാത്രമുള്ള ഫിയസ്റ്റയുടെ ലിമിറ്റഡ് എഡിഷൻ, ഫിയസ്റ്റയുടെ ഡ്യൂറാസ്പോർട്ട്.
വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ DuraSport എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചുള്ള യാതൊരു ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും പോലും ഓൺലൈനില്ല. അപ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഒരു വണ്ടി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. അതായത് ഫസ്റ്റ് ഇയർ ലോഞ്ച് ചെയ്ത് തന്നെ അവരുദ്ദേശിച്ചതിലും കൂടുതൽ സെയിലായതിൻ്റെ ഒരു സെലിബ്രേഷൻ മോഡലായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. 2 കളേഴ്സിലാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, ഒരു ബ്ലാക്കും ഒരു സിൽവറും. സിൽവർ വണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആകെ 500 എണ്ണമേ ഇന്ത്യയിൽ അവരിത് മേക്ക് ചെയ്തിട്ടുള്ളൂ. കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ, മെക്കാനിക്കലി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ DuraSportൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഗ്രാഫിക്സ് ഉണ്ട്. ഈ ബോഡി ഗ്രാഫിക്സ് സൈഡിലോട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതിൻ്റെ ബ്രോഷർ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പോൾ കാർ ഇൻക്ലൈൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇതിൻ്റെ ഒരു ബ്രോഷർ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ വണ്ടി ഇതിന് മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സിംഗിൾ ഓണർ വണ്ടിയാണിത്. ഓൾമോസ്റ്റ് ഈ ഡിസംബറിൽ 15 വർഷം തികയാണ്. അപ്പോഴാണ് ഈ വണ്ടി എന്നാലൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് അങ്ങ് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും മറ്റും ഈ ഒരു ഗ്രാഫിക്സ് ഉണ്ട്. അതൊക്കെ ഈ ഒരു വർഷങ്ങളുടെ ഇടയ്ക്കുള്ള ഡെൻറ്റിങ് റിപ്പയർസിൻ്റെ ഒക്കെ ഭാഗമായിട്ടത് പോയിട്ടുണ്ട്. ഇൻഫാക്ട് ഈ വണ്ടിക്ക് ഈ വർഷം റീടെസ്റ്റിൻ്റെതായിട്ടുള്ള ഒരു ഫുൾ റിസർവേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആകെ ഒരു ഇഷ്യൂ വരുന്നത് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ. ഫോർഡിൽ ഇത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ദെൻ അലുമിനിയം പെഡൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു DuraSportൻ്റെ ഒരു പ്രത്യേകതരം സീറ്റ് കവേഴ്സാണ് വരുന്നത്. അത് നമുക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ കാണാം. അതല്ലാതെ സ്റ്റീരിയോ, അതായത് 2 വേർഷനിലാണ് വന്നത്. ഒരു 1.4ലും 1.6ലും. 1.4നാണെങ്കിൽ ഒരു കെന്നോഡിൻ്റെ സ്റ്റീരിയോ, ദെൻ 1.6ലാണെന്നുണ്ടെങ്കിൽ ഒരു CD പ്ലെയർ. 2005-6 സമയത്ത് CD പ്ലെയേഴ്സൊക്കെ നമ്മുടെ പോപ്പുലറായിട്ട് വരുന്നേ ഉള്ളൂ കാറിൽ. അപ്പോൾ അന്ന് ഇതൊരു വലിയ സംഭവമായിരുന്നു. ദെൻ നമ്മുടെ ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ. ബാക്കിലെ സ്പോയിലർ എക്സ്ട്രാ ഫിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ മെയിനായിട്ട് പറയാനായിട്ടുള്ളൂ. മെയിൻ ഒരു കോസ്മെറ്റിക് അപ്ഡേറ്റഡ് മോഡലാണിത്. അപ്പോൾ Fiesta എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മൾ ഒരുപാട് കാണുന്ന ഒരു വണ്ടിയാണ്. എങ്കിലും നമ്മളിപ്പോൾ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ DuraSport വേരിയൻറ്റിന് മാത്രമുള്ള ഈ ഒരു ഗ്രാഫിക്സ് കിറ്റാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കഴിഞ്ഞ് നേരെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റാണ് കാണുന്നത്. അത് നമ്മുടെ പ്രീമിയർ റിയോയുടെ ഫസ്റ്റ് വീഡിയോ കണ്ട പോലെ തന്നെ ഒരു ഡ്യുവൽ ബാരൽ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതായത് ഹൈ ബീമിനും ലോ ബീമിനും സെപ്പറേറ്റ് ബൾബ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ ബാരൽ ഹെഡ്ലൈറ്റിൻ്റെ ഇതിൻ്റെ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ ഇതൊരു 3000 രൂപയ്ക്ക് താഴെ ഫോർഡിന് പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ റിയോയിൽ ഏതാണ്ട് 12,500 രൂപയാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് പീസിൻ്റെ വില. അപ്പം എന്ത് അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇതേ സെഗ്മെൻറ്റിലുള്ള ഹ്യുണ്ടായുടെ ആക്സെൻ്റ്, മാരുതിയുടെ ബലേനോ എല്ലാത്തിനും ഇതിനേക്കാളും കുറച്ച് കാശ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ആക്സെൻറ്റിന് കുറവാണെന്ന് തോന്നുന്നു. അതായത് മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ, സ്പെയർ പാർട്സ് കോസ്റ്റൊക്കെ വളരെ കുറവാണ്. ഇനി നേരെ താഴേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഗ് ലാംപ്സ് കാണാം. ഇത് ഈ DuraSport വേരിയൻ്റാണ് വരുന്നത്. നോർമൽ 1.4 മോഡൽസിന് ഈ ഫോഗ് ലാംപ്സ് വരാറില്ല, ടോപ്പ് തന്നെ വരാറില്ല. അപ്പോൾ ഈ 1.4 DuraSport മോഡലിൽ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 1.6 DuraSportൽ ഇതേ സെയിം ഡിസൈനിലുള്ള അലോയ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ Fiesta വണ്ടികളിലും 14 ഇഞ്ച് ടയേഴ്സ് ആണ് വരുന്നത്. അതായത് റിം സൈസ് 14 ആണ്, എക്സെപ്റ്റ് 1.6S. 1.6S എന്ന് പറഞ്ഞാൽ 2008 മുതൽ 2011 വരെ ഉണ്ടായിരുന്ന ഒരു വേരിയൻ്റ് ആണ്, ഒരു സ്പോർട്ടി വേർഷനാണ്. അപ്പോൾ ഈ വേർഷനിൽ, അതായത് DuraSportൻ്റെ 1.4 മോഡലാണിത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 14 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ്. 1.6 ആണ് എടുക്കുന്നതെങ്കിൽ 14 ഇഞ്ച് അലോയ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ടയർ സൈസ് വരുന്നത് 185/65 R14 ആണ് ഈ വണ്ടിയിൽ കിടക്കുന്നത്. ഇനി ഈ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് OREMs കാണാം. 1.4 മോഡലായതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതിന് ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഇത് ഇലക്ട്രിക് മിറർ അല്ല, ഇന്റേണലി അഡ്ജസ്റ്റബിൾ മാനുവൽ മിറേഴ്സ് ആണ് ഈ പറയുന്നത്. ഇനി പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ്. അഗൈൻ ഇതൊരു ബേസ് മോഡൽ 1.4 ബേസ് ചെയ്തിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഈ വണ്ടിയുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഞാൻ നമ്മുടെ ഫോർഡ് ഫിഗോൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് തോന്നാം. ഫിഗോ 2010-ലാണ് വന്നത്, ഇതാണ് ആദ്യം വന്നത്. പക്ഷേ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനാണ് ബേസ് ചെയ്തിട്ടുള്ളത്, B3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഫോർഡിൻ്റെ ഫിയസ്റ്റ, ഫിഗോ, ദെൻ ഫ്യൂഷൻ, ഇതെല്ലാം B3 പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഫോർഡ് ഐക്കണും B3 ആണെന്ന് തോന്നുന്നത്, വലിയ ഉറപ്പില്ല എനിക്ക്. അപ്പോൾ സോ ആ ഒരു ഫെമിലിയാരിറ്റി തോന്നും. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ഔട്ട്ഡേറ്റഡ് എന്ന് പറയാനില്ല, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മുടെ വോക്സ്വാഗൺ വെൻഡോ ഒക്കെ പോലെയുള്ളൊരു ഡിസൈനാണ്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ഒരുപാട് കട്ട്സും ഗ്രീസും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ ഒരു ഓഡായിട്ട് തോന്നുന്നില്ലേ വണ്ടി ഇപ്പോൾ ഇത്രയും
15 വർഷം പഴയ ഒരു ഡിസൈൻ ആണെന്നൊന്നും തോന്നുന്നില്ല. ഇനി ലെങ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4.2 മീറ്റേഴ്സാണ് ലെങ്ത് വരുന്നത്. അതായത് നമ്മുടെ കോമ്പാക്ട് സെഡാൻസിൻ്റെ ഒക്കെ കാലത്തിന് മുമ്പുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് നമ്മുടെ റാപ്പറൗണ്ട് ഡെയിലേജാണ് വരുന്നത്. നമ്മുടെ ഗ്രാഫിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്യൂറാടെക് ബാഡ്ജിങ്, അതായത് നമ്മുടെ ഫ്യൂഷൻ മുതലാണ് ഫോർഡ് ഈ ഒരു അവരുടെ പെട്രോൾ എൻജിൻസിനെ ഡ്യൂറാടെക് എന്നും ഡീസൽ എൻജിൻസിനെ ഡ്യൂറാടോർക്ക് എന്നും വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വേരിയന്റ് നെയിം ഡ്യൂറാസ്പോർട്ട്, ഇത് ഡ്യൂറാടെക് എൻജിൻ്റെ ബാഡ്ജിങ് ആണ്. ഡ്യൂറാസ്പോർട്ട് എന്ന് ഈ വണ്ടിയിൽ എവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വേരിയന്റ് ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യണമെന്ന് അധികം ആർക്കും അറിയത്തില്ല. ബൂട്ടിന്റെ മുകളിലായിട്ടൊരു സ്പോയിലർ കാണാം. ഇതൊരു അഡീഷണൽ ഫിറ്റ്മെന്റ് ആണ്. ഡീലർ ലെവലിൽ ആ സമയത്ത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സ്പോയിലർ വെക്കുന്നതിനോടുകൂടി നമുക്ക് ഒരു ഷോയും ഉണ്ട്. അതല്ലാതെ നമുക്ക് ഈ ബാക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് അന്ന് അവർ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ്. ഈ വണ്ടിയിൽ നമ്മുടെ പാർക്കിംഗ് സെൻസറും ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് അല്ല, എല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ again ഒരു ഫ്യൂൽ ഫില്ലർ ക്യാപ്പ് കാണാം. അപ്പോൾ ഇന്ന് രാവിലെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിട്ട് ഇതിൻ്റെ ഇന്റേണൽ റിലീസിനുള്ള ആ ഒരു നോബ് ഞങ്ങളും പമ്പുകാരും എല്ലാവരും കൂടെ നിന്ന് ഭയങ്കരമായിട്ട് നോക്കണുണ്ടായിരുന്നു. വണ്ടിക്കകത്തും ഫുള്ള് ഇന്ത്യയുടെ ഫുള്ള് ഞങ്ങൾ എല്ലാവരും നോക്കി വെച്ചാൽ കണ്ടില്ല. ആക്ച്വലി ഇത് പ്രത്യേകിച്ച് ഒരു സംഭവമില്ല, ഇങ്ങനെ നേരിട്ട് വലിച്ച് ഓപ്പൺ ചെയ്യാവുന്നൊരു സെറ്റപ്പാണ് ഇത്. ഇതിനുള്ള എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ബൂട്ട് എൻജിൻ ബേ ഒന്ന് നോക്കാം. നമ്മുടെ വണ്ടിയുടെ ബൂട്ട് റിലീസ് വന്നിട്ട് മേലെയാണ്, താഴെയല്ല വരുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ബട്ടണാണ്. കീ യൂസ് ചെയ്യാന്നുള്ളതാണ്. ബൂട്ടില് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് വരുന്നത്. 430, അതായത് 430 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ അഗൈൻ ഇതൊരു 15 വർഷം പഴയുള്ള അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. എങ്കിലും ഇതിൻ്റെ മാത്സ് ഒക്കെ ഇപ്പോഴും നല്ല പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവരന്ന് യൂസ് ചെയ്തിരിക്കണമെന്ന് കാണാം. അത്യാവശ്യം സാധനങ്ങളും ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ഓവനാണ്, ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമല്ല. പിന്നെ അഗൈൻ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ പുറത്ത് ഈ ഒരു കവറായാലും എല്ലാം ഡീറ്റെയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു നമ്മുടെ എന്താണ് കൺസിസ്റ്റൻ്റ് ആണ്. നമ്മുടെ ഈ ഇൻറ്റീരിയേഴ്സ് എല്ലാം ഒരു പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടൊന്നുമില്ല. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ സ്റ്റെപ്പിന് വരുന്നത്. ഇപ്പോൾ വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ വണ്ടിയിൽ സ്റ്റീൽ വീല് തന്നെയാണ് വരുന്നത്. എല്ലാ വേർഷനിലും ബൂട്ട് സ്റ്റെപ്പിന് വന്നിട്ട് നമ്മുടെ സ്റ്റീൽ വീല് തന്നെയാണ് വന്നിട്ടുള്ളത്, അലോയ് അല്ല. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു യൂറോപ്യൻ മോഡലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിൽ നിന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവിലോട്ട് ആക്കിയത് കൊണ്ടായിരിക്കണം നമ്മുടെ റിലീസ് ഇടതുവശത്താണ് വരുന്നത്, റൈറ്റ് സൈഡിലല്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ബോണറ്റിനകം നോക്കാം. ഈ ഫോർഡിൻ്റെ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വലി നമ്മൾ വണ്ടിയുടെ ബോണറ്റ് റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ തപ്പിയിട്ടാണ് മറ്റേ ആ ഒരു ലാച്ച് നമ്മൾ വലിച്ചെടുക്കുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ ഡിഫറെൻ്റ് ആണ്. ഇതിലും ഫിഗോയിലും ഇങ്ങനെ തന്നെയാണ്. അതായത് എക്സ്റ്റേണലി ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഹുഡ് റിലീസ് വരുന്നത്. നമ്മൾ അവിടുത്തെ ലിവർ വലിച്ചതിന് ശേഷം ഈ സാധനം ഹോൾഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ബോണറ്റ് പൊക്കാനായിട്ട്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നു. ഇത് നമ്മുടെ ഈ ബോണറ്റ് തിരിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഈ സാധനം അകത്ത് പോകും. സോ നോർമലി നമ്മൾ ഈ ഒരു സംഭവം വിസിബിൾ ആയിരിക്കത്തില്ല. ഹുഡ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ സാധനം പുറത്തേക്ക് വരുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ ഡീസൻ്റ് ആയിട്ട് അത്യാവശ്യം റേഡിയേറ്റർ പോലെയുള്ള സാധനങ്ങളെല്ലാം ടക്ക് ചെയ്തിട്ടുണ്ടാകത്ത്. അതായത് നമ്മൾ അറിയാതെ ഇവിടെ തൊട്ടിട്ട് ബേൺ ആവുന്നുള്ള ചാൻസ് ഒന്നും ഒട്ടും തന്നെ ഇല്ല. നമ്മുടെ ഈവൻ റേഡിയേറ്റർ ഫാൻ ആണെങ്കിലും അകത്തോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ളൊരു എൻജിൻ ബേയാണിത്. ഈവൻ എൻജിനായാലും ഒരു എൻജിൻ കവർ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് എൻജിൻ കവറൊക്കെ വളരെ റെയർ ആയിട്ടുള്ള സാധനമായിരുന്നു. എന്തായാലും ഫോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറാടെക് എന്നുള്ള, പെട്രോൾ ആയതുകൊണ്ട് ഡ്യൂറാടെക് എന്നുള്ള ബാഡ്ജിങ് കാണാം. ഡീസലായിരുന്നെങ്കിൽ ഡ്യൂറാടോർക്ക് എന്ന് വന്നേനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 1.4ൻ്റെ എൻജിൻ ബേ. ഇനി പറയട്ടെ, ഈ വണ്ടിയിൽ 3 എൻജിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. അങ്ങനെ
പറഞ്ഞ് കേൾക്കാറുണ്ട്. കാര്യം 1.6ഉം 1.4 ഡീസലും ഉള്ളതായിട്ടാണ് എല്ലാവർക്കും അറിയുന്നത്. എന്നാൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഈ വണ്ടിക്ക് ഒരു 1.4 പെട്രോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1.4 പെട്രോൾ വെച്ചിട്ടാണ് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഈ ഒരു പെട്രോളിൻ്റെ ഹയർ ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചത് ഈ എൻജിൻ വെച്ചിട്ടാണ്. അതായത് ഇതൊരു 1.4 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇതിന് പുറമെ ഒരു 1.6 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു 1.4 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 2008 അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് ശേഷമാണ് 1.6 ലിറ്ററിൻ്റെ എസ് വേർഷൻ, ഒരു സ്പോർട്സ് വേർഷൻ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അത് 2008 ലോഞ്ച് ചെയ്തത്. ഇനി ഈ പർട്ടിക്കുലർ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 82 ബ്രേക്ക് ഹോഴ്സ് പവർ, 127 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്ന ഒരു PS3 എഞ്ചിനാണ്. ഓൾ അലൂമിനിയം എഞ്ചിനാണ്. ഡ്രൈവബിലിറ്റി വൈസ് വളരെ നല്ല എഞ്ചിനാണ്. അതായത് നമ്മുടെ ലോ എൻഡ് ടോർക്കൊക്കെ കാര്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓഫ് ആക്കുന്ന ഒരു പ്രശ്നമൊന്നും ഈ വണ്ടി വരുന്നില്ല. ക്ലീനായിട്ട് വലിച്ചുകൊണ്ട് പോകും. അതുപോലെ നമ്മുടെ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ 22.4 kpl എങ്ങാണ്ടാണ് ഇതിന് മൈലേജ് ഇവർ ചെയ്തിട്ടുള്ള. അതിൻ്റെ എക്സാക്ട് ഫിഗർ ഞാൻ കൊടുക്കുന്നുണ്ട്. 2 ഡേ മാരത്തോണായിട്ട് മുംബൈയിലുള്ള മഹാരാഷ്ട്രയിലുള്ള അഹമ്മദ്നഗറിൽ വെച്ചിട്ടുള്ള ഒരു ട്രാക്ക് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തത്, മൈലേജ് മാരത്തോൺ. അപ്പോൾ അതാണ് നമ്മുടെ എൻജിൻസ്. ഇതിപ്പോൾ ഒരു BS3 എഞ്ചിനാണ്. കാര്യം ആ സമയത്ത് BS3 എഞ്ചിൻസാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ലേറ്റർ ഈ ഒരു 1.4 എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ 2008 ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ സ്പെയർ പാർട്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഓതോറൈസ് സർവീസ് സെൻറ്ററിൽ ഇപ്പോഴും പോക്കറ്റ് കയറാതെ തന്നെ നമുക്ക് സർവീസ് ചെയ്യാനും പറ്റും. കൂടുതലും ഫോർഡ് ഓണേഴ്സ് ഇപ്പോഴും അവരുടെ വണ്ടികളെല്ലാം സർവീസ് സെൻറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത്. കാര്യം മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ നോമിനലാണ്. അതായത് വളരെ കുറഞ്ഞ സർവീസ് കോസ്റ്റാണ് ഈ വണ്ടിക്ക് ഇപ്പോഴും ഉള്ളത്. എന്തായാലും നമുക്കിത് കണ്ട സ്ഥിതിക്ക് ഇനി നേരെ ഇൻറ്റീരിയേഴ്സിലോട്ട് പോകും. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ വണ്ടിക്ക് ABS ആ സമയത്തുള്ള വണ്ടികളിലൊന്നും ABS ബ്രേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. അത്ര പോപ്പുലർ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയല്ലേ വന്നിട്ടുള്ളൂ. ഇതിൽ ABSഉം EBDയും ഒരു ഓപ്ഷണൽ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ടോപ്പ് ആൻഡ് മോഡലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 28,000 രൂപ, അതായത് 28,000 എങ്ങാണ്ട് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ABS ഓപ്ഷണലായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് വേറെ മാനുഫാക്ചറൊന്നും ആ ഒരു പരിപാടി ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ബോണറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ആ ഒരു ലാച്ച് അകത്തോട്ട് കയറിപ്പോയത് കാണാം. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അത് വളരെ സ്മാർട്ടായിട്ട് ഡിസൈൻ ചെയ്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. സ്റ്റോക്സ് വരുന്നുണ്ട്. അതിൽ ഓപ്പോസിറ്റ് ആണ്, അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ വൈപ്പറും ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ സ്റ്റോക്സും. ഇപ്പോൾ ഇവിടെ ABSന്റെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ ABS ഇല്ല. അല്ല, ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. വലിക്കാനും താഴ്ത്താനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ നമുക്കിനി ഫോർഡ് ഫിയസ്റ്റ ഒന്ന് ഓടിച്ചു നോക്കാം. ഗൈസ്, ഇതാ ഇതിനകത്തൊരു ഓവൻ ഇരിപ്പുണ്ട്. നമുക്ക് ഫുഡ് എന്തെങ്കിലും ചൂടാക്കുകയാണെങ്കിൽ ചൂടാക്കി കഴിക്കാം.